ഹലോ മൈ ഗായ്സ്, ഇന്ന് ഈ 100 രൂപ കൊണ്ട് എറണാകുളത്ത് നിന്ന് എന്തൊക്കെ കഴിക്കാൻ പറ്റും നമുക്ക് നോക്കിയാലോ. കമാൺ. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എറണാകുളം ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന്. എറണാകുളത്ത് ഒരു ദിവസം കഞ്ഞൂടിച്ചു പോകാൻ 500 രൂപ വേണമെന്ന് ഓരോരുത്തർ പറയുന്നത്. എന്നാൽ ഞാൻ വിചാരിച്ചിരുന്നു 3 നേരത്തെ ഭക്ഷണം എറണാകുളത്ത് നിന്ന് വേറെ 100 രൂപക്ക് കഴിക്കാമെന്ന്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മുടെ കമ്പനിപ്പടിയിലുള്ള ചേട്ടൻ്റെ കടയിൽ നിന്ന് വേറെ 20 രൂപക്ക് പൊറോട്ടയും ഗ്രേവി. സാധനം അത്ര അടിപൊളിയല്ലെങ്കിലും വിശപ്പ് മാറ്റാൻ ഇത് തന്നെ ധാരാളം. ഞാൻ കമ്പനിപ്പടി ജോലിക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് കൂടുതലും ഫുഡ് കഴിക്കാറ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ കടയിൽ നിന്ന് ബാക്കി വാങ്ങി. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകണം. എന്നാൽ ഞാൻ വിചാരിച്ചു ലഞ്ച് നമ്മുടെ സമൃദ്ധിന്നാക്കാന്ന്. ഇവിടെ ഉച്ചഭക്ഷണത്തിന് വേറെ 20 രൂപയെ ചാർജ് ആകുന്നുള്ളൂ. 20 രൂപക്ക് ഒരു കൂട്ടം അമ്മമാരുണ്ടാക്കുന്ന നല്ല അടിപൊളി ഭക്ഷണം. സമയാസമയം ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടിയാൽ ഞാൻ വാരി വലിച്ചങ്ങോട്ട് കഴിക്കും. പണ്ടാരോ പറഞ്ഞ പോലെ വയററിയാതെ തിന്നാ ബാക്കി ഞാൻ പറയുന്നില്ല. ഇനി എൻ്റെ കയ്യിൽ ബാക്കിയുള്ള 60 രൂപയായിട്ട് ഞാനിതാ പോകുന്നു. രാത്രിയിലെ ഭക്ഷണം പാഴ്സലാക്കാന്ന് വെച്ചു. എന്നാൽ നല്ല ഹെവി ആയിട്ട് കഴിക്കുകയും വേണം. എന്നാൽ നമ്മുടെ ഫ്രീഡം ഫുഡ് ഫാക്ടറിയിൽ നിന്ന് അടിപൊളി മുട്ട ബിരിയാണി വെറും 55 രൂപ. ബാക്കി കയ്യിലുള്ള 5 രൂപയും കൊണ്ട് ഒരു സോഡാ സർബത്ത്. 5 രൂപക്ക് സോഡാ സർബത്ത് കിട്ടും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ വിശ്വസിക്കരുത്, ഞാൻ വെറുതെ പറ്റിച്ചതാ. അയ്യോ അമ്മേ അയ്യോ.